നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, എ സി. നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കുന്നത് എ സി ജനറേറ്റർ എന്ന ഡിവൈസിലാണ്. എ സി ജനറേറ്റർ. എ സി ജനറേറ്ററിലെ മെയിൻ പാർട്ടുകൾ ഒരു ഫീൽഡ് മാഗ്നറ്റും ആർമേച്ചർ കോയിലുമാണ്. എ സി ജനറേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാഗ്നറ്റിന് പറയുന്ന സ്പെഷ്യൽ പേരാണ് ഫീൽഡ് മാഗ്നറ്റ്. ഫീൽഡ് മാഗ്നറ്റ് കൂടാതെ ഒരു കോയിലും കാണും എ സി ജനറേറ്ററിൽ. ആ കോയിലിന് പറയുന്ന സ്പെഷ്യൽ പേരാണ് ആർമേച്ചർ കോയിൽ. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് എ സി ജനറേറ്ററിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കുന്നത്. ഇനി എ സി ജനറേറ്ററിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നോക്കാം. എ സി ജനറേറ്ററിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു മാഗ്നറ്റിന് നോർത്ത് സൗത്ത് പോളുകൾ ഉണ്ടാകും. അതിനിടയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇതാ ഞാൻ ഈ വരച്ചു കാണിക്കുന്നതാണ് ആർമേച്ചർ കോയിൽ. ആ ആർമേച്ചർ കോയിലിനെ നമ്മൾ കറക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ആർമേച്ചർ കോയിൽ കറങ്ങുമ്പോൾ ആർമേച്ചർ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരികയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ആർമേച്ചർ കോയിലിൽ കറണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആർമേച്ചർ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ടിനെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് സ്ലിപ്പ് റിങ്ങുകളാണ് ഈ കാണുന്നത്. സ്ലിപ്പ് റിങ്ങുകൾ എന്നാണ് അതിന് പറയാറ്, സ്ലിപ്പ് റിങ്. ആ സ്ലിപ്പ് റിങ്ങുകളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഗ്രാഫൈറ്റ് കൊണ്ട് നിർമ്മിച്ച രണ്ട് ബ്രഷുകൾ ഉണ്ടാകും, ഗ്രാഫൈറ്റ് ബ്രഷസ്. ഈ സ്ലിപ്പ് റിങ്ങുകളും ഗ്രാഫൈറ്റ് ബ്രഷസും ആർമേച്ചർ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ടിനെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കാൻ നമ്മളെ സഹായിക്കും. ഇതാണ് എ സി ജനറേറ്ററിൻ്റെ മെയിൻ പാർട്ടുകൾ. ഇനി എ സി ജനറേറ്ററിലെ ആർമേച്ചർ കോയിൽ കറങ്ങുമ്പോൾ ആ ആർമേച്ചർ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരികയും അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്ന് ആർമേച്ചർ കോയിലിൽ കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. ആർമേച്ചർ കോയിൽ ചില ഇൻസ്റ്റൻറ്റുകളിൽ ആർമേച്ചർ കോയിലിൻ്റെ പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡിന്, ആ ഫീൽഡ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായി വരും. മറ്റു ചില കേസിൽ പെർപെൻഡിക്കുലറായിട്ട് വരും. മറ്റു ചില ഇൻസ്റ്റൻറ്റുകളിൽ നെയ്തർ പാരലൽ നോർ പെർപെൻഡിക്കുലറായിട്ട് വരും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ആർമേച്ചർ കോയിലിൻ്റെ ഒരു റൊട്ടേഷനിൽ ആർമേച്ചർ കോയിലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFിലുള്ള വ്യത്യാസം കാണിക്കുന്ന ഫിഗറാണ്. ഏറ്റവും ഇടതുവശത്ത് കാണുന്നത് ആർമേച്ചർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്, മാഗ്നറ്റിക് ഫ്ലക്സിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ മാക്സിമം ഫ്ലക്സ് ഉണ്ടാകും, പക്ഷെ അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF 0 ആയിരിക്കും. ഈ പൊസിഷനിൽ നിന്നൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തതാണ് രണ്ടാമത് കാണിക്കുന്ന പൊസിഷൻ. അവിടെ ആർമേച്ചർ കോയിലിൻ്റെ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടുണ്ട്. ഫ്ലക്സ് അവിടെ 0 ആണ്, പക്ഷെ അവിടെ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആണ്. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത അവസ്ഥയാണ് മൂന്നാമത്തെ ഫിഗറിലുള്ളത്. ആദ്യത്തെ ഫിഗറിന് സിമിലറായ പൊസിഷനിലാണ്. ഫ്ലക്സ് മാക്സിമം, ഇൻഡ്യൂസ്ഡ് EMF 0. ഇനി ഒരു 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്താലുള്ളതാണ് നാലാമത്തെ ഫിഗറിൽ കാണുന്നത്. വീണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും മാക്സിമം ആകുന്നു, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റായി. ആദ്യം 90 ഡിഗ്രി തിരിഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ, എന്തായിരുന്നു ഇൻഡ്യൂസ്ഡ് EMFിൻ്റെയും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെയും വാല്യൂ, അതേ വാല്യൂ തന്നെയാണ് 270 ഡിഗ്രി തിരിഞ്ഞാലും കിട്ടുന്നത്. പക്ഷേ ആദ്യം ഉണ്ടായതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരു 180 കൂടി തിരിഞ്ഞതാണ്, അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുന്നതാണ് ഈ അവസാനത്തെ പാർട്ടിൽ കാണുന്നത്. പെർപെൻഡിക്കുലറായിട്ട് വരുന്നു. എന്തിന് പെർപെൻഡിക്കുലർ? ആർമേച്ചർ കോയിലിൻ്റെ പ്ലെയിൻ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആകുന്നു. അപ്പോൾ എന്താണ് മാക്സിമം? ഫ്ലക്സ് ആണ് മാക്സിമം. ഇൻഡ്യൂസ്ഡ് EMF അവിടെ 0 ആണ്.
ഫ്ലക്സ് 0 ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആകുന്നു. ഫ്ലക്സ് മാക്സിമം ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF 0യും ആകും. ആർമേച്ചർ കോയിൽ, ജനറേറ്ററിലെ ആർമേച്ചർ കോയിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ ആ കോയിലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെയും കറണ്ടിൻ്റെയും വേരിയേഷൻ എങ്ങനെയാണ്? 0യിൽ നിന്ന് മാക്സിമത്തിലെത്തി, ഡിക്രീസ് ചെയ്ത് 0 ആയി, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമത്തിലെത്തി, വീണ്ടും 0 ആകുന്നു. ഒരു റൊട്ടേഷന് വേണ്ട സമയം പീരീഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് T ആയിട്ട് നമ്മൾ എടുത്താൽ അതിൻ്റെ 1/4 റൊട്ടേഷൻ, അപ്പോഴാണ് 90 ഡിഗ്രി തിരിയുക മാക്സിമം. അടുത്തൊരു 1/4 കൂടി കഴിയുമ്പോൾ മൊത്തം ഹാഫ് എ റൊട്ടേഷൻ ആകുമ്പോൾ 180 ഡിഗ്രി തിരിയുമ്പോൾ EMFും കറണ്ടും 0. 270 ഡിഗ്രി തിരിയുമ്പോൾ മീൻസ് 3/4 ഓഫ് എ റൊട്ടേഷൻ വേണ്ട സമയം 3T/4 മാക്സിമം. ഒരു 90 ഡിഗ്രി കൂടി തിരിഞ്ഞാൽ മൊത്തം 360 ഡിഗ്രി. ഒരു റൊട്ടേഷൻ പൂർത്തിയായി. ക്യാപിറ്റൽ T സെക്കൻഡ് കഴിഞ്ഞു, ഒരു പീരീഡ് കഴിഞ്ഞു. വീണ്ടും ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും 0. ഇതിനെയാണ് ഒരു സൈക്കിൾ ഓഫ് AC എന്ന് പറയുക. ഇങ്ങനെ ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് പീരീഡ്. ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന സൈക്കിൾസിൻ്റെ എണ്ണമാണ് ഫ്രീക്വൻസി. AC എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഫ്രീക്വൻസി എന്നുള്ള ടേം കൂടി വരും. ആർമേച്ചർ കോയിൽ ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന EMFൻ്റെ വേരിയേഷനാണ് ഈ കാണിക്കുന്നത്. ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന സമയമാണ് പീരീഡ്. ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന റൊട്ടേഷൻസിൻ്റെ നമ്പറാണ് ഫ്രീക്വൻസി. അതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് പെർ സെക്കൻഡ്. ഇതാണ് AC-യുടെ ഒരു സൈക്കിൾ. ഇതുപോലെ ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന സൈക്കിൾസിൻ്റെ എണ്ണമാണ് ഫ്രീക്വൻസി. ഓർക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇന്ത്യയിൽ കിട്ടുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ദാറ്റ് മീൻസ് ഒരു സെക്കൻഡിൽ ഇതുപോലത്തെ 50 സൈക്കിളുകൾ പൂർത്തിയാക്കുന്ന രൂപത്തിലാണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആർമേച്ചർ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യത്യാസം വരും. ആർമേച്ചർ കോയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷനാണ് BAN cos θ. B എന്നുള്ളത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ആർമേച്ചർ കോയിലിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുമ്പോൾ AC ജനറേറ്ററിലെ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. A എന്നുള്ളത് ആർമേച്ചർ കോയിലിൻ്റെ ഏരിയ. N നമ്പർ ഓഫ് ടേൺസ്, ആർമേച്ചർ കോയിലുള്ള ചുറ്റുകളുടെ എണ്ണം. തീറ്റ എന്നുള്ളത് ആർമേച്ചർ കോയിൽ ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ. ഇനി നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി എന്നുള്ളത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. അതിൽ നിന്നും മനസ്സിലാക്കാം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ, ആംഗിൾ കണ്ടെത്താൻ ω×T ചെയ്താൽ മതിയെന്ന്. ഈ തീറ്റയ്ക്ക് പകരം ω×T എന്ന് കൊടുത്താൽ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്തായി? BAN cos ωt. ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, dϕ/dt കാണുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ BAN ω × -sin ωt എന്ന് കിട്ടും. cos ωtയെ T കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -sin ωt എന്നാണ് വരിക. അപ്പോൾ ഈ ഇക്വേഷനെ, ഫ്ലക്സിന്റെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് -BAN ω sin ωt എന്ന് കിട്ടും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ മനസ്സിലാക്കി ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ളത് ലെൻസിന്റെ റൂളും ഫാരഡേയുടെ റൂളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി -dϕ/dt ആണ് എന്ന്. അപ്പോൾ ഇവിടെ dϕ/dt ചെയ്തപ്പോൾ -BAN ω sin ωt എന്ന് കിട്ടി. അങ്ങനെ വന്നാൽ ഇൻഡ്യൂസ്ഡ് EMF കിട്ടാൻ ഇതിനെ മൈനസ് കൊണ്ട് ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്തായി മാറും? BAN ω sin ωt. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. BAN ω sin ωt. B എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡ്, A ഏരിയ, ആർമേച്ചർ കോയിലിന്റെ N നമ്പർ ഓഫ് ടേൺസ്, ആർമേച്ചർ കോയിൽ തിരിയുന്ന വെലോസിറ്റിയാണ് ω. BAN ω sin ωt.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം BAN ഒമേഗ എന്നുള്ളതാണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാക്സിമം വാല്യൂ. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാക്സിമം വാല്യൂ എന്നുള്ളതിന് പീക്ക് വാല്യൂ എന്നും പറയാറുണ്ട്. പീക്ക് വാല്യൂ അതിന് കൊടുക്കുന്ന സിമ്പലാണ് E0. നമ്മൾ നേരത്തെ മനസ്സിലാക്കി ചില ഇൻസ്റ്റന്റുകളിൽ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആകും. ആ മാക്സിമം വാല്യൂ ആണ് BAN ഒമേഗ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പീക്ക് വാല്യൂ. അങ്ങനെ BAN ഒമേഗയ്ക്ക് പകരം E0 എന്ന് കൊടുത്താൽ ഇൻഡ്യൂസ്ഡ് EMFന് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ E = E0 sin ഒമേഗ t. ഓരോ ഇൻസ്റ്റന്റിലും ഓരോന്നായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതൊരു സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആകും. അതിന്റെ ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ആകും. ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. ഗ്രാഫ് നമ്മൾ വരച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു. ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി, ഡിക്രീസ് ചെയ്ത് 0 ആയി, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമത്തിലെത്തി, വീണ്ടും 0 ആയി. ഇതിന്റെ ആവർത്തനമാണ് നടക്കുന്നത്. അതിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് E = E0 sin ഒമേഗ t. അപ്പോൾ ഇത് എന്ത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ഓൾട്ടർനേറ്റിംഗ് EMFന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അതുപോലെ ഓൾട്ടർനേറ്റിംഗ് EMFന്റെ കറണ്ടിന്റെയും EMFന്റെയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇങ്ങനെ വരിക. ഇതിനെ സൈൻ കർവ് എന്നാണ് പറയുന്നത്. ഒരു സൈക്കിളിലെ കറണ്ടിന്റെ വേരിയേഷൻ, EMFന്റെ വേരിയേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ I = I0 sin ഒമേഗ t. I0 അതിന്റെ മാക്സിമം വാല്യൂ. ഇത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. അതിന് സിമിലർ ആയിട്ടാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെയും ഇക്വേഷൻ. ഓർക്കാൻ എളുപ്പം V = V0 sin ഒമേഗ t, I = I0 sin ഒമേഗ t. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെയും അതുപോലെ ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും ആവറേജ് വാല്യൂ ഓവർ 1 സൈക്കിൾ അത് 0 ആണ്. EMF ആവട്ടെ കറണ്ട് ആവട്ടെ ഒരു സൈക്കിളിലെ കാര്യം എടുക്കുമ്പോൾ അതിലെ ആവറേജ് വാല്യൂ 0. അതെന്തുകൊണ്ട് 0 വരുന്നു? ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കാണും, അതേ അളവിൽ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കാണും. ബൈ കോമൺ സെൻസ് ഇതിന്റെ ആവറേജ് കണ്ടാൽ 0 കിട്ടും എന്ന് ആർക്കും മനസ്സിലാകും. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, സിമ്പിളായ പോയിന്റ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെയും ഓൾട്ടർനേറ്റിംഗ് EMFന്റെയും ഒരു സൈക്കിളിലെ ആവറേജ് വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ ആവറേജ് വാല്യൂ 0 ആയതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും അതുപോലെ ഓൾട്ടർനേറ്റിംഗ് EMFും RMS വാല്യൂവിലാണ് പറയാറ്. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ, ഒരു AC സർക്യൂട്ടാണ്, ആ AC സർക്യൂട്ടിൽ 230 വോൾട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആ സർക്യൂട്ടിലെ AC-യുടെ RMS വാല്യൂ ആണ് 230 എന്നാണ്. ഒരു സർക്യൂട്ടിൽ 5 ആംപിയർ കറണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആ സർക്യൂട്ടിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ RMS വാല്യൂ ആണ് 5 എന്ന്. AC സർക്യൂട്ടുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ അവയുടെ RMS വാല്യൂ ആണ്. ആവറേജ് വാല്യൂ 0 ആയതുകൊണ്ട് ഒരു സർക്യൂട്ടിലെ AC വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും വാല്യൂ പറയാറ് അവയുടെ RMS വാല്യൂവിലാണ്. ഇനി മക്കൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻ, ഒരു സർക്യൂട്ടിൽ AC-യുടെ RMS വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിലുള്ള റിലേഷനാണ്. RMS വാല്യൂവും പീക്ക് വാല്യൂ. RMS വാല്യൂ കിട്ടാൻ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ് ചെയ്യേണ്ടത്. പീക്ക് വാല്യൂവിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ RMS വാല്യൂ കിട്ടും. സോ VRMS = V0 by √2. ഈ 1/√2 എന്നുള്ളത് 0.707 ആണ്. 1/√2ന്റെ വാല്യൂ 0.707. സോ VRMS = 0.707 V0. 0.707 എന്നുള്ളത് നമുക്ക്
70.7% എന്ന് മനസ്സിലാക്കണം. സോ RMS വാല്യൂ പീക്ക് വാല്യൂവിന്റെ 70.7%. 230 വോൾട്ട് എന്ന് എഴുതി വെച്ചാൽ അതാ ആ സർക്യൂട്ടിലെ പീക്ക് വാല്യൂവിന്റെ 70.7% 230 എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം RMS വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ. AC വോൾട്ടേജിന്റെ RMS വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ പോലെ തന്നെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ RMS വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിൽ ഉണ്ടാവുക. IRMS = I0/√2, 0.707 I0. ഓക്കെ, ആവറേജ് വാല്യൂ 0 ആണ്. ആവറേജ് വാല്യൂ 0 ആയതുകൊണ്ട് അവയെ എക്സ്പ്രസ് ചെയ്യാൻ കണ്ടെത്തിയ വാല്യൂ ആണ് RMS വാല്യൂ. RMSും പീക്ക് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ കറണ്ട് ആയാലും വോൾട്ടേജ് ആയാലും റിലേഷൻ ഒരുപോലെയാണ്. RMS വാല്യൂ = പീക്ക് വാല്യൂ /√2. അടുത്ത നമുക്ക് AC ത്രൂ എ സർക്യൂട്ട് കണ്ടെയ്നിങ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിലൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തിവിട്ടാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക എന്ന് നോക്കാം. നമുക്ക് സർക്യൂട്ട് അനാലിസിസ് നടത്തേണ്ടത് റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ട്, ഇൻഡക്ടർ ഒരു കോയിൽ മാത്രമുള്ള സർക്യൂട്ട്, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട്, അത് കഴിഞ്ഞാൽ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും ഈ 3 എലമെന്റുകൾ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് LCR സർക്യൂട്ട്. ഈ 4 കേസിലും റെസിസ്റ്റർ മാത്രമുള്ളതിൽ, ഇൻഡക്ടർ മാത്രമുള്ളതിൽ, കപ്പാസിറ്റർ മാത്രമുള്ളതിൽ ഈ 3 സീരീസ് ആയി കണക്ട് ചെയ്ത LCR സർക്യൂട്ടിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാകും. ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും കൊടുത്ത ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇതാണ് നമ്മൾ സർക്യൂട്ട് അനാലിസിസ് വഴി പരിശോധിക്കാൻ പോകുന്നത്. ഇതിലാദ്യം റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ട്. ഓൾട്ടർനേറ്റിംഗ് EMFനെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് EMFനെ റെപ്രസെന്റ് ചെയ്യുന്നത് E = E0 sin ωt എന്ന ഇക്വേഷൻ. ക്യാപിറ്റൽ E എന്നുള്ളതിന് പകരം V എന്ന സിമ്പലും ഉപയോഗിക്കാം. V = V0 sin ωt. അതുമല്ലെങ്കിൽ സ്മോൾ ലെറ്റർ E കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക E = E0 sin ωt. ഇത് 3 ഓൾട്ടർനേറ്റിംഗ് EMFനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സിമ്പലുകളാണ്. E = E0 sin ωt, V = V0 sin ωt, small e = E0 sin ωt. Instantaneous value of alternating EMF. E = E0 sin ωt എന്ന ഇക്വേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ അപ്ലൈ ചെയ്താൽ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് എന്നാണ് നമ്മൾ സർക്യൂട്ട് അനാലിസിസ് വഴി ആദ്യം നോക്കുന്നത്. V = V0 sin ωt എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ I = I0 sin ωt. ഇതിനകത്ത് കാണുന്ന I0 V0യെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അതാണ് V0, പീക്ക് വാല്യൂ ഓഫ് EMF ആണ് V0, പീക്ക് വാല്യൂ ഓഫ് കറണ്ട് I0, പീക്ക് വാല്യൂ ഓഫ് EMF V0, സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് R. ഈ 2 ഇക്വേഷനുകൾ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഓൾട്ടർനേറ്റിംഗ് EMF എങ്ങനെയാണോ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും വ്യത്യാസപ്പെടുന്നത്. രണ്ടും ഒരേ ഇൻസ്റ്റന്റിൽ മാക്സിമത്തിലെത്തും, രണ്ടും ഒരേ സമയത്ത് 0 ആകും, രണ്ടിൻ്റെയും ഡയറക്ഷൻ ഒരേ സമയത്ത് റിവേഴ്സ് ആകും, ഒപ്പത്തിനൊപ്പം പോകുന്നു, ഒരു വ്യത്യാസവുമില്ലാതെ പോകുന്നു, വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല, അവ ഒരേ ഫേസിലാണ്. ഞാനീ പറഞ്ഞത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. സ്ക്രീനിൽ കാണുന്ന പോലെ റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിലെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും വേരിയേഷനാണ് സ്ക്രീനിൽ വലതുവശത്തായിട്ട് കാണുന്നത്. ഈ സോളിഡ് ലൈൻ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഡോട്ടഡ് ലൈൻ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരേ ഫേസിലാണ് എന്നുള്ളതിന്റെ മീനിങ് EMF മാക്സിമത്തിലെത്തുന്ന ഇൻസ്റ്റന്റ് ആണ് ഇത്. ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. ആ ഇൻസ്റ്റന്റിൽ തന്നെ കറണ്ട് അതിന്റെ മാക്സിമത്തിലെത്തുന്നു. ഇതാണ് കറണ്ടിന്റെ മാക്സിമം. രണ്ടും ഒരേ ഇൻസ്റ്റന്റിൽ മാക്സിമത്തിലെത്തുന്നു, ഒരേ ഇൻസ്റ്റന്റിൽ സീറോ ആകുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ ഇൻസ്റ്റന്റിൽ മാക്സിമത്തിലെത്തുന്നു, വീണ്ടും സീറോ ആകുന്നു. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഐഡിയൽ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട്, ഒരു കോയിൽ. ആ കോയിലിന്റെ പ്രത്യേകത, കോയിലിന് റെസിസ്റ്റൻസ് ഇല്ല, ഇൻഡക്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഒരു ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിലേക്ക് AC അപ്ലൈ ചെയ്താൽ അതാണ് ഇൻഡക്ടർ. ഈക്വൽ ടു E0 sin omega t എന്ന ഇക്വേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു AC ഇൻഡക്ടർ മാത്രമുള്ള ഒരു സർക്യൂട്ടിലേക്ക് കൊടുത്താൽ, അപ്ലൈ ചെയ്താൽ, ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ I ഈക്വൽ ടു I0 sin omega t മൈനസ് π/2 എന്നാണ്. കറണ്ടിന്റെ ഇക്വേഷനും വോൾട്ടേജിന്റെ ഇക്വേഷനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. sin omega t, ഇവിടെ sin omega t മൈനസ് π/2. ഇതിനർത്ഥം വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. വോൾട്ടേജ് മാക്സിമത്തിൽ എത്തുന്ന ഇൻസ്റ്റന്റിലല്ല കറണ്ട് മാക്സിമത്തിൽ എത്തുന്നത്. കറണ്ട് മാക്സിമത്തിൽ എത്തുന്നുണ്ട്, അപ്പോഴേക്കും വോൾട്ടേജ് അതിന്റെ മാക്സിമത്തിൽ നിന്ന് പോയി കാണും. പല ഇൻസ്റ്റന്റുകളിലാണ് ഇവ മാക്സിമത്തിലും അവയുടെ മിനിമത്തിലും എത്തുന്നത്. കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആ ഫേസ് ഡിഫറൻസ് ആണ് π/2. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വോൾട്ടേജ് ലീഡ് ചെയ്യുകയാണ്, കറണ്ട് ലാഗ് ചെയ്യുകയാണ്. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ വോൾട്ടേജ് ലീഡ്സ് ദി കറന്റ് ഓർ കറന്റ് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ്. എത്ര? ബൈ ആൻ ആംഗിൾ π/2. ഇതിൽ I0 കറണ്ടിന്റെ മാക്സിമം വാല്യൂ ആണ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കണം. V0/XL എന്നാണ് എഴുതുന്നത്. ആ XL എന്നുള്ളത് ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് അതിന് പറയാറ്. ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ L⍵. നമ്മുടെ ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസിനെ കടത്തിവിട്ട AC-യുടെ ആംഗുലാർ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. AC-യുടെ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി എന്നും പറയും. കണ്ടുപിടിക്കൽ എങ്ങനെയാ? 2π ഇൻറ്റു AC-യുടെ ഫ്രീക്വൻസി. അപ്പോൾ സർക്യൂട്ടിൽ നമ്മൾ കടത്തിവിടുന്ന AC-യുടെ ഫ്രീക്വൻസിയെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒമേഗ കണ്ടെത്തുന്നു. ആ ഒമേഗയെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നതിൻ്റെ പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് ആണത്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ കറണ്ട് V ഈക്വൽ ടു V0 sin omega t, വോൾട്ടേജ് V ഈക്വൽ ടു V0 sin omega t, കറണ്ട് I ഈക്വൽ ടു I0 sin omega t മൈനസ് π/2. വോൾട്ടേജ് ലീഡ്സ് കറണ്ട്, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. I0 V0/XL. എക്സലിന്റെ പേരെന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. എങ്ങനെ കണ്ടെത്താം? L⍵, അല്ലെങ്കിൽ എന്താണ്? L × 2π⍵. ഇത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെ കാണും. വോൾട്ടേജ് മാക്സിമത്തിൽ എത്തുമ്പോൾ കറണ്ട് മിനിമത്തിലാണ്. കറണ്ട് മാക്സിമത്തിലെത്തിയപ്പോൾ വോൾട്ടേജ് മിനിമത്തിലെത്തി. അങ്ങനെ പോകും.
π/2 ഫേസ് ഡിഫറൻസോടുകൂടി കാണപ്പെടും വോൾട്ടേജും കറണ്ട്. ഓക്കെ, അടുത്തത് AC through a circuit containing a capacitor. കപ്പാസിറ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിലേക്ക് നമ്മൾ E=E0 sin omega t എന്ന ഇക്വേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ കണ്ടെത്തിയ പോലെ തന്നെയാണ്. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. I=I0 sin omega t -π/2 ആയിരുന്നു നേരത്തെ, ഇവിടെ +π/2. കാര്യങ്ങൾ വ്യക്തമായി കാണും. കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലല്ല, ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫേസ് ഡിഫറൻസ് π/2 ആണ്. ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുന്നു. കറണ്ട് ലീഡ്സ് വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് ലാഗ്സ് ബിഹൈൻഡ് ദി കറണ്ട് ബൈ an ആംഗിൾ π/2. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട്. ഓക്കെ, I0 എന്നുള്ളത് കറണ്ടിന്റെ മാക്സിമം വാല്യൂ ആണ്. കറണ്ടിന്റെ മാക്സിമം വാല്യൂ കണ്ടെത്താൻ V0/XC, നമ്മൾ നേരത്തെ V0/XL മനസ്സിലാക്കിയ പോലെ V0/XC. XC എന്നുള്ളത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ 1/ωc. ഒമേഗ നേരത്തെ പറഞ്ഞ പോലെ 2πν. അപ്പോൾ 1/2πνc അല്ലെങ്കിൽ 1/ωc അതാണ് കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ്. പേര് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, അതാണ് XC. ഓക്കെ, വോൾട്ടേജിന്റെ ഇക്വേഷൻ V=V0 sin omega t, കറണ്ടിന്റെ ഇക്വേഷൻ I=I0 sin omega t +π/2. രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആര് ലീഡ് ചെയ്യുന്നു, ആര് ലാഗ് ചെയ്യുന്നു? കറണ്ട് ലീഡ് ചെയ്യുന്നു, വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇതാണ്, ഫേസ് ഡിഫറൻസ് കാണിക്കുന്ന റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിലെ കാര്യം മനസ്സിലാക്കി. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട് വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു π/2. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട് നേരെ തിരിച്ച് കറണ്ട് ലീഡ് ചെയ്യുന്നു an ആംഗിൾ π/2. ഇനി ഈ 3 എലമെന്റുകൾ സീരീസ് ആയി വരുന്ന LCR സർക്യൂട്ട് നോക്കാം. AC through an LCR സർക്യൂട്ട്. ഇതാ ഒരു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫേസർ ഡയഗ്രം വരച്ചിട്ടാണ് LCR സർക്യൂട്ടിൻ്റെ മൊത്തം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. ഫേസർ ഡയഗ്രം എന്നാൽ ഒന്നുമില്ല, ഫേസ് ഡിഫറൻസ് കാണിക്കുന്ന ഡയഗ്രം. അതാണ് ഫേസർ ഡയഗ്രം. ഒരു സർക്യൂട്ടിലെ AC വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ അത് എത്രയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഡയഗ്രത്തിൻ്റെ പേരാണ് ഫേസർ ഡയഗ്രം. ഓക്കെ, ഇനി ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ സർക്യൂട്ടിലെ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ഷനിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ സർക്യൂട്ടിലെ വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വരയ്ക്കുന്നത് സർക്യൂട്ടിലെ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല എങ്കിൽ ആദ്യം വരച്ച വരയ്ക്ക് പാരലലായിട്ട് വരയ്ക്കണം. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനായി വരച്ച വരയ്ക്ക് പാരലലായി വരയ്ക്കരുത്. ഫേസ് ഡിഫറൻസ് 30 ഡിഗ്രി ആണെങ്കിൽ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനായി വരച്ച വരയുമായിട്ട് 30 ഡിഗ്രിയിൽ വേണം വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വര വരയ്ക്കേണ്ടത്. ഇനി 30 ഡിഗ്രിയിൽ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വരച്ച വരയുമായിട്ട് 30 ഡിഗ്രിയിൽ വര വരയ്ക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 30 ഡിഗ്രിയിൽ വരയ്ക്കാം, ക്ലോക്ക് വൈസിൽ 30 ഡിഗ്രി. ഇത് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള വര. ഇത് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 30 ഡിഗ്രി ആണെങ്കിൽ വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇതിലേത് വേണം എന്ന് തിരഞ്ഞെടുക്കുന്നത്
ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ലാഗ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുന്നത് വോൾട്ടേജ് ലീഡ് ചെയ്യുന്ന കേസിലും ഇത് സെലക്ട് ചെയ്യുന്നത് കറന്റ് ലീഡ് ചെയ്യുന്ന കേസിലുമാണ്. ഒന്നുകൂടി, കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു വര വരയ്ക്കുന്നു. വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ അതിന് പാരലലായിട്ട് വേണം വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വര വരയ്ക്കേണ്ടത്. ഈ രണ്ടും തമ്മിലുള്ള ആംഗിൾ 0. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ എത്രയാണോ ഫേസ് ഡിഫറൻസ് അത്രയും ആംഗിളിലാണ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള വര വരയ്ക്കേണ്ടത്. അത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വരച്ച വരയുന്നു. ആന്റി ക്ലോക്ക് വൈസ് സെൻസിൽ വരച്ചാൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്ന സർക്യൂട്ടിലെ കാര്യമായി, ക്ലോക്ക് വൈസ് സെൻസിൽ വരച്ചാൽ കറണ്ട് ലീഡ് ചെയ്യുന്ന സർക്യൂട്ടിലെ കാര്യമായി. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ആണെങ്കിൽ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വരച്ചു. വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. വോൾട്ടേജ് ലീഡ് ചെയ്യുന്ന കേസിൽ ഇങ്ങനെ, വോൾട്ടേജ് ലാഗ് ചെയ്യുന്ന കേസിൽ ഇങ്ങനെ. ഇതാണ് ഫേസർ ഡയഗ്രം. ഓക്കെ, സർക്യൂട്ടില് റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. സർക്യൂട്ടിലേക്ക് നമ്മൾ മൊത്തത്തിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ടോട്ടൽ വാല്യൂ ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി ഈക്വൽ ടു V0 sin omega t. അങ്ങനെ വാരി ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഈ മൂന്നാളുകൾ ഷെയർ ചെയ്തെടുക്കും. റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഞാൻ VR, ഇൻഡക്ടറിൽ ഉണ്ടാകുന്നതിന് VL, കപ്പാസിറ്ററിൽ ഉണ്ടാകുന്നതിന് ഞാൻ VC എന്ന് കൊടുത്തു. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V. അത് V0 sin omega t എന്ന രൂപത്തിലാണ് കണ്ടെത്തുന്നത്. അതിൽ റെസിസ്റ്ററിൽ വരുന്നത് VR, ഇൻഡക്ടറിൽ വരുന്നത് VL, കപ്പാസിറ്ററിൽ വരുന്നത് VC. ഇനി ഇതിന്റെ ഫേസർ ഡയഗ്രാം നമ്മൾ ശ്രദ്ധിക്കുന്നു. കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ എക്സ് ആക്സിസിൽ ലൈൻ വരച്ചു. നമുക്കറിയാം റെസിസ്റ്ററിലെ വോൾട്ടേജും റെസിസ്റ്ററിലെ കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വരച്ച വരയ്ക്ക് പാരലലായിട്ട് വേണം വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഫിഗറിൽ O മുതൽ A വരെയുള്ള ലൈൻ, ഇത്രയും ഭാഗം, ഈ ലൈന് റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെ OA. ഇനി ഇൻഡക്ടറിലെ കാര്യം എടുത്താൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു ബൈ 90 ഡിഗ്രി. ഇൻഡക്ടറിലെ വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വരച്ച വരയുമായിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ O മുതൽ C വരെയുള്ളത്. ഇനി കപ്പാസിറ്ററിന്റെ കാര്യം. കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VC ആണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കി. കറണ്ടും വോൾട്ടേജും തമ്മിൽ കപ്പാസിറ്ററുള്ള സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് കാണും. π/2 90 ഡിഗ്രി കറണ്ട് ലീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് താഴോട്ട്. ഓക്കെ, എക്സ് ആക്സിസുമായിട്ട് 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ്. ഇതാണ് കപ്പാസിറ്ററിലെ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വരയ്ക്കുന്ന വര. ഇനി നമ്മൾ ഈ മൂന്നെണ്ണത്തിന്റെ റിസൾട്ടൻ്റ് ആണ് കണ്ടെത്തുന്നത്. അതിനാദ്യം ഇൻഡക്ടറിലെ വോൾട്ടേജിൻ്റെയും VLൻ്റെയും കപ്പാസിറ്ററിലെ വോൾട്ടേജിൻ്റെയും റിസൾട്ടൻ്റ് വെക്ടറുകളുടെ റിസൾട്ടൻ്റ് കാണുന്ന കണക്കിന് കണ്ടുപിടിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ VL - VC എന്നാണ് എഴുതിയത്. അങ്ങനെ തന്നെ വേണമെന്നില്ല. VL കൂടുതലാകുന്ന കേസിലാണ് ഇങ്ങനെ എഴുതുന്നത്. VC കൂടുതലുള്ള സർക്യൂട്ടുകളും വരാറുണ്ട്. അപ്പോൾ VC - VL എന്ന് എഴുതും. അത് താഴേക്കായിരിക്കും. തൽക്കാലം നമ്മൾ അസ്യൂം ചെയ്യുന്നു VL > VC. അപ്പോൾ VLൻ്റെയും VCയുടെയും റിസൾട്ടൻ്റ് മൈനസ് ചെയ്ത് നമ്മൾ കാണുന്നു. അത് ഇത്രയും വരും. ഇനി ചെയ്യേണ്ടത് VLൻ്റെയും VCയുടെയും റിസൾട്ടൻ്റ് ഇതിൻ്റെയും റെസിസ്റ്ററിലെ വോൾട്ടേജ് VRൻ്റെയും
റിസൾട്ടൻ്റ് നമ്മൾ പാരലലോഗ്രാം വരച്ച് വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് കാണുന്ന പോലെ കാണും. അങ്ങനെ വരുമ്പോൾ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഭാഗം OB എന്ന് പേരിട്ടിട്ടുള്ള ഭാഗം അതാണ് ടോട്ടൽ വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സർക്യൂട്ടിലെ മൊത്തം വോൾട്ടേജിനെ ഇവൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് റെസിസ്റ്ററിലെ വോൾട്ടേജ്, ഇത് ഇൻഡക്ടറിലെയും കപ്പാസിറ്ററിലെയും വോൾട്ടേജിൻ്റെ റിസൾട്ടൻ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, LCR സർക്യൂട്ടിലേക്ക് നമ്മൾ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അതിലൊരു പാർട്ട് റെസിസ്റ്ററിൽ പോകും, മറ്റൊരു പാർട്ട് ഇൻഡക്ടറിൽ പോകും, മറ്റൊരു പാർട്ട് കപ്പാസിറ്ററിൽ പോകും. അവ തമ്മിലുള്ള റിലേഷൻ ഇതാണ്: V² = VR² പ്ലസ് VL - VC (2). ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തൊരു ഇക്വേഷൻ. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ഉള്ളതിൻ്റെ റിസൾട്ടൻ്റ് ഡിഫറൻസ് ആയി കാണുന്നു. അതിൻ്റെ സ്ക്വയർ പ്ലസ് VR² = V². എൻട്രൻസ് എക്സാമിന് സാധാരണ കണ്ടുവരാറുള്ള ചോദ്യം, ഇവിടെ 1, 2, 3, 4 കൂട്ടം കാര്യങ്ങളാണുള്ളത്. ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് നാലാമത്തേത് ചോദിക്കും. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തരുന്നു, VL തരുന്നു, VC തരുന്നു, VR എത്ര എന്ന് ചോദിക്കുന്നു. ജനറലി ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം തരും, നാലാമത്തേത് ചോദിക്കും. LCR സർക്യൂട്ടിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഓരോ എലമെൻറ്റിലും റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഓരോ എലമെൻറ്റിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷനാണ് V² = VR² പ്ലസ് VL - VC (2) എന്നുള്ളത്. ഓക്കെ, അതിൽ VR എന്നുള്ളതിന് നമുക്ക് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് എഴുതാം. VL എന്നുള്ളത് കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് എഴുതാം. VC എന്നുള്ളത് കറണ്ട് ഇൻറ്റു കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നും എഴുതാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ V² = I² പ്ലസ് IXL - IXC (2) എന്ന് വരും. ദാറ്റ് ഈസ് V² = I²R². ഇവിടെ നമുക്കൊരു I² പുറത്തെടുക്കാം. I² ഇൻറ്റു XL - XC (2) എന്ന് വരും. കോമൺ ആയിട്ട് I² പുറത്തെടുത്താൽ V² = I² ഇൻറ്റു R² പ്ലസ് XL - XC (2) എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുത്താൽ V = I²ൻ്റെത് I ഇൻറ്റു √R² പ്ലസ് XL - XC (2) എന്ന് വരും. ദാറ്റ് ഈസ് V/I = √R² പ്ലസ് XL - XC (2) എന്ന് വരും. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റേഷ്യോ റെസിസ്റ്റൻസിന് സിമിലർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 3 എലമെൻറ്റുകളുമുള്ള, അതായത് LCR സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഒരു സ്പെഷ്യൽ പേര് പറയാറുണ്ട്, ഇംപിഡൻസ് എന്നാണ് പേര്. ഇംപിഡൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ പോലെ, കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ പോലെ, റെസിസ്റ്റൻസിനെ പോലെയുള്ള സാധനമാണ് ഇംപിഡൻസ്. ടോട്ടൽ ഒപ്പോസിഷൻ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് റെസിസ്റ്റർ, ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ, അതിൻ്റെ പേരാണ് ഇംപിഡൻസ്. ഇംപിഡൻസിൻ്റെ യൂണിറ്റ്, ഡയമെൻഷൻ അതൊക്കെ റെസിസ്റ്റൻസിൻ്റെതിന് തുല്യമാണ്. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇംപിഡൻസ്, ഇവയ്ക്കെല്ലാം ഒരേ യൂണിറ്റാണ്, ഒരേ ഡയമെൻഷനാണ്. അത് റെസിസ്റ്റൻസിൻ്റെത് എന്താണോ അത് തന്നെയാണ്. ഇവയെല്ലാം കറണ്ടിന് കൊടുക്കുന്ന ഒബ്സ്ട്രക്ഷനാണ്, തടസ്സമാണ്. ഇൻഡക്ടർ കൊണ്ട് മാത്രമുള്ളത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റർ കൊണ്ട് മാത്രമുള്ളത് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, റെസിസ്റ്റർ കൊണ്ട് മാത്രമുള്ളത് റെസിസ്റ്റൻസ്. റെസിസ്റ്ററും ഇൻഡക്ടറോ കപ്പാസിറ്ററോ കൂടെ വന്നാൽ അതിനുള്ള ടോട്ടൽ ഇഫക്റ്റ്, അതിനുള്ള പേരാണ് ഇംപിഡൻസ്. ടോട്ടൽ ഒബ്സ്ട്രക്ഷൻ ടു ദി കറന്റ്, ഇംപിഡൻസ്. ഓക്കെ,
വി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന രൂപത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് LCR സർക്യൂട്ടിലേക്ക് കൊടുത്താൽ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്ന രൂപത്തിലാണ് കണ്ടെത്തുന്നത്. അവിടെ പ്ലസ് ഓർ മൈനസ് 5 എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ മനസ്സിലാക്കി, റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഇവ രണ്ടും ഒരേ ഫേസിലാണെന്ന്, ഫൈയുടെ വാല്യൂ 0. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിലും ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇൻഡക്ടർ മാത്രമാണെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും ബൈ π/2. കപ്പാസിറ്റർ മാത്രമാണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും ബൈ π/2. അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ LCR സർക്യൂട്ട്, ഈ മൂന്ന് പേരും കൂടി ഒരുമിച്ച് വരുന്ന സർക്യൂട്ടിൽ കറണ്ടിന്റെ ഇക്വേഷൻ I0 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്ന് എഴുതിയതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിൽ വരുന്ന LCR സർക്യൂട്ടുകൾ ഉണ്ടാവും. കറണ്ട് ലീഡ് ചെയ്യുന്ന തരം LCR സർക്യൂട്ടുകൾ ഉണ്ടാകും. വോൾട്ടേജ് ലീഡ് ചെയ്യുന്ന തരം LCR സർക്യൂട്ടുകളും ഉണ്ടാകും എന്നാണ്. അതുകൊണ്ടാണ് കറണ്ടിന്റെ ഇക്വേഷൻ I0 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്ന് വന്നത്. ഇവിടെ 5 എന്നുള്ളത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. അതെപ്പോഴും 90 എന്ന് പറയാൻ പാടില്ല. അത് 0 മുതൽ 90 വരെയുള്ള ഏത് വാല്യൂ ആണെങ്കിലും ആകാം. അത് കണ്ടെത്താനുള്ള ഇക്വേഷനൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഏതായാലും 5 എന്നുള്ളത് LCR സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇനി LCR സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവുമ്പോൾ അത്തരം LCR സർക്യൂട്ടുകളും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും, അതായത് ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിനെ പോലെ LCR സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും തുല്യമായാൽ LCR സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസിനേക്കാൾ. അങ്ങനെ വന്നാൽ അവിടെ വോൾട്ടേജ് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. ഫേസ് ഡിഫറൻസ് 90 കാണില്ല, 90യേക്കാൾ കുറവായിരിക്കും. 0 മുതൽ 90 വരെയുള്ള വേറെ ഏത് വാല്യൂ വേണമെങ്കിലും വരാം. മക്കൾ ഓർക്കണം, ഇൻഡക്ടർ മാത്രമാണെങ്കിലാണ് ഫേസ് ഡിഫറൻസ് 90 വരിക. ഇവിടെ LCR സർക്യൂട്ടാണ്, ഇൻഡക്ടർ മാത്രമല്ല, കൂടെ റെസിസ്റ്ററും കപ്പാസിറ്ററും ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്യുന്ന കേസ് ഉണ്ടാകാമെങ്കിലും അതൊരിക്കലും എന്താവില്ല, 90 ആകില്ല, 90യേക്കാൾ കുറവായിരിക്കും. ഇനി XL ലെസ് ദാൻ XC ആണെങ്കിൽ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കുറവും കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലുമാണെങ്കിൽ കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ്. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട് പോലെ, പക്ഷേ ഒരു വ്യത്യാസം, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ π/2 വരാം, 90 വരാം. ഇവിടെ ലെസ് ദാൻ π/2 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇൻ ഷോർട്ട്, LCR സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 വരാം. വോൾട്ടേജ് ലീഡ് ചെയ്യാം, കറണ്ട് ലീഡ് ചെയ്യാം. വോൾട്ടേജ് ലീഡ് ചെയ്യുകയാണെങ്കിൽ അത് 0ക്കും 90ക്കും ഇടയിലായിരിക്കും, ഒരിക്കലും 90 ആവില്ല. കറണ്ട് ലീഡ് ചെയ്യുകയാണെങ്കിലും അത് 0ക്കും 90ക്കും ഇടയിലായിരിക്കും, ഒരിക്കലും 90 വരില്ല. ഓക്കെ, വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിൽ വരുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുമ്പോഴാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലാകുമ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലാകുമ്പോൾ നേരെ മറിച്ച് കറണ്ട് ലീഡ് ചെയ്യുന്നു. ഓക്കെ, AC സർക്യൂട്ടിലെ LCR സർക്യൂട്ടിലെ കറണ്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ V0/Z. Z എന്നുള്ളത് നേരത്തെ ഞാൻ മനസ്സിലാക്കി തന്ന ഇമ്പിഡൻസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √R² + XL - XC ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ സർക്യൂട്ടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് √R² + XC - XL എന്നും എഴുതാം. ഏതാണോ കൂടുതൽ അതിൽ നിന്ന് കുറഞ്ഞത് മൈനസ് ചെയ്യും. XL - XC ഓർ XC - XL ഇമ്പിഡൻസ്.
ആ ഇമ്പിഡൻസ് മനസ്സിലാക്കാൻ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ കാണിക്കുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നാണ് പേര് പറയുക. ഇമ്പിഡൻസിനെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഇമ്പിഡൻസ്, ഓപ്പോസിറ്റ് സൈഡ് റിയാക്റ്റൻസ്, അഡ്ജസൻറ്റ് സൈഡ് റെസിസ്റ്റൻസ്, അങ്ങനെ ഒരു ട്രയാങ്കിള്, ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഈ ആംഗിള് ആ സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിനെ റെപ്രസെൻ്റ് ചെയ്യും. ഈ ട്രയാങ്കിളിന് പറയുന്ന സ്പെഷ്യൽ പേരാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ. ഇതിൽ പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ റിലേഷൻ കിട്ടുകയും ചെയ്യും. ഇമ്പിഡൻസ് ട്രയാങ്കിൾ. ഈ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഓർത്താൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഫൈ ആണ്. അതിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലും 90യേക്കാൾ കുറവുമാണെന്ന്. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ടാൻ ഫൈ ഈക്വൽ ടു XL മൈനസ് XC ബൈ R, അല്ലെങ്കിൽ ടാൻ ഫൈ ഈക്വൽ ടു XC മൈനസ് XL ബൈ R എന്നുള്ളത്. ഓക്കെ, XL എന്താണ്? L ഒമേഗ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 1/ωc, R റെസിസ്റ്റൻസ്. ഫേസ് ഡിഫറൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്നുണ്ടാക്കാം. ടാൻ ഫൈ ഈക്വൽ ടു XL മൈനസ് XC ബൈ R. ഇനി ഫേസ് ഡിഫറൻസ് കാണാൻ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം എന്ന് വാശി പിടിക്കണ്ട. നമുക്ക് ഇമ്പിഡൻസ് അറിയാമെങ്കിൽ ഫേസ് ഡിഫറൻസ് കാണുന്നു മീൻസ് ഫൈ കാണണം. ഇമ്പിഡൻസ് അറിയാമെങ്കിൽ നമുക്ക് സൈനിലൂടെ അല്ലെങ്കിൽ കോസിലൂടെ ഫൈയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഈ ട്രയാങ്കിളിൽ നിന്ന് ചോദ്യത്തിൽ തന്ന ഡാറ്റ ഉപയോഗിച്ച് ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതാണ് ഫേസ് ഡിഫറൻസ്. അത് ഇമ്പിഡൻസും റെസിസ്റ്റൻസും തന്നാൽ കോസിലൂടെ കണ്ടെത്തുന്നതായിരിക്കും എളുപ്പം. ഇമ്പിഡൻസും റിയാക്റ്റൻസും തന്നാൽ സൈനിലൂടെ നമുക്ക് ഫൈ കണ്ടെത്താൻ പറ്റും. റിയാക്റ്റൻസും റെസിസ്റ്റൻസുമാണ് ചോദ്യത്തിൽ തന്നത് എങ്കിൽ ടാനിലൂടെ നമുക്ക് ഫേസ് ഡിഫറൻസ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഓർക്കുക. ഒരു ആംഗിൾ ഫൈ റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒരു ആംഗിൾ ഫൈ അതാണ് ഫേസ് ഡിഫറൻസ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റിയാക്റ്റൻസും, ഹൈപ്പോട്ടന്യൂസ് ഇമ്പിഡൻസും, അഡ്ജസൻറ്റ് സൈഡ് റെസിസ്റ്റൻസും. അതാണ് ഓർക്കേണ്ട കാര്യം. ഓക്കെ, ഇനി LCR സർക്യൂട്ടിലെ റെസനൻസ് എന്താണ്? റെസനൻസ് എന്നുള്ളത് LCR സർക്യൂട്ടിലെ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ഓക്കെ, ഇമ്പിഡൻസ് റെസിസ്റ്റൻസിനെയും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെയും കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കുന്നത് L ഒമേഗ അല്ലെങ്കിൽ L × 2π/μ. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണെങ്കിലോ 1/ωc 1/2π/μc. ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഇമ്പിഡൻസിൽ എന്ത് മാറ്റം വരും എന്നുള്ളത് ഈ ഇക്വേഷനെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഫ്രീക്വൻസി 0യിൽ നിന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് ആദ്യം കുറയുന്നു, മിനിമത്തിലെത്തുന്നു, വീണ്ടും അത് ഇൻക്രീസ് ആയി പോകുന്നു. ഇമ്പിഡൻസ് ഒരിക്കലും ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച്, ഫ്രീക്വൻസി മാറ്റുന്നതിനനുസരിച്ച് ഇമ്പിഡൻസിൽ മാറ്റം വരും. അത് ഒരിക്കലും 0 ആകില്ല, കാരണം ഇവിടെ R ഉള്ളതിനാൽ. ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച്, മാറ്റുന്നതിനനുസരിച്ച് XL-ലും XC-യിലുമാണ് മാറ്റം വരിക, ഒരിക്കലും R-ൽ മാറ്റം വരില്ല. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇതാണ്. ഒരു LCR സർക്യൂട്ടിലൂടെ കടത്തിവിടുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫ്രീക്വൻസിയിൽ
ഗ്രാജുവലായിട്ട് ഇൻക്രീസ് വരുത്തുക. അങ്ങനെ ഗ്രാജുവലായിട്ട് ആ ഫ്രീക്വൻസി ഇൻക്രീസ് ആക്കുമ്പോൾ ആ LCR സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് ആദ്യം കുറഞ്ഞു വരുന്നു, അതൊരു മിനിമത്തിലെത്തുന്നു, വീണ്ടും അത് ഇൻക്രീസ് ആകുന്നു. അങ്ങനെ LCR സർക്യൂട്ടിലെ ഇമ്പിഡൻസ് മിനിമം ആകുമ്പോൾ ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് മാക്സിമം ആകും. സർക്യൂട്ടിലെ കറണ്ട് മാക്സിമം ആകും എന്നുള്ളതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് അഡ്മിറ്റൻസ് മാക്സിമം ആകുന്നു എന്ന്. മീനിങ് കറണ്ട് മാക്സിമം ആകുന്നു എന്നാണ്. LCR സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് മിനിമം ആകുമ്പോൾ കറണ്ട് മാക്സിമം ആകുന്നു, അഡ്മിറ്റൻസ് മാക്സിമം ആകുന്നു. ദാറ്റ് ഫിനോമിനൺ ഈസ് കോൾഡ് റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്. അപ്പൊ റെസൊണൻസ് നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഇമ്പിഡൻസ് മിനിമം ആവുക എന്നുള്ളതാണ്, അഡ്മിറ്റൻസ് മാക്സിമം ആവുക എന്നുള്ളതാണ്. ഇതെപ്പോഴാണ് നടക്കുക? ആ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന AC-യുടെ ഫ്രീക്വൻസി ഒരു പ്രത്യേക വാല്യൂവിന് തുല്യമാകുമ്പോഴാണ് ഇത് നടക്കുന്നത്. ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി. റെസൊണൻസ് നടക്കുമ്പോഴുള്ള ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസി. ഓക്കെ, എന്താണ് റെസൊണൻസ്? LCR സർക്യൂട്ടിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള AC കടത്തി വിടുമ്പോൾ ഇമ്പിഡൻസ് മിനിമം ആവുകയും അഡ്മിറ്റൻസ് മാക്സിമം ആവുകയും ചെയ്യുന്നു. ദാറ്റ് ഫിനോമിനൺ റെസൊണൻസ്. റെസൊണൻസ് നടക്കുന്നു, കടന്നു പോകുന്ന AC-യുടെ ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി LCR സർക്യൂട്ടില് റെസൊണൻസ് നടക്കുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകും. റെസൊണൻസ് നടക്കുന്ന കേസിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എത്രയാണോ അതുതന്നെയായിരിക്കും കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അങ്ങനെ വരുമ്പോൾ ഇമ്പിഡൻസ് റെസിസ്റ്റൻസിന് തുല്യമാകും. ഇമ്പിഡൻസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ഇതാണ് ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ. അതിൽ XL-ഉം XC-യും ഈക്വൽ ആയാൽ ഈ പാർട്ട് 0 ആയി പോയി, Z = R വരും. റെസൊണൻസ് നടക്കുമ്പോഴുള്ള വിശേഷങ്ങൾ: XL = XC, ഇമ്പിഡൻസ് മിനിമം, ഇമ്പിഡൻസ് R. XL = XC ആയാൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്. വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്? കറണ്ട് ഇൻറ്റു XL. വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ എങ്ങനെ കണ്ടെത്തുന്നു? കറണ്ട് ഇൻറ്റു XC. റെസൊണൻസ് നടക്കുമ്പോൾ XL-ഉം XC-യും ഈക്വൽ ആണ്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് പിന്നെ എപ്പോഴും സെയിം ആയിരിക്കും. സീരീസ് കോമ്പിനേഷനിൽ XL-ഉം XC-യും ഈക്വൽ ആയാൽ VL-ഉം VC-യും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ റെസൊണൻസ് നടക്കുമ്പോൾ XL = XC, Z = R, വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ്, വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ = വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ. ഇനി മറ്റൊരു കാര്യം കൂടി, LCR സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത്? V² = VR² പ്ലസ് VL മൈനസ് VC ഹോൾ സ്ക്വയർ. റെസൊണൻസ് നടക്കുമ്പോൾ ഇവ രണ്ടും തുല്യമാണ്. ദാറ്റ് മീൻസ് ഇത് 0 ആയി എന്ന് പറഞ്ഞാൽ V = VR. അപ്പോൾ റെസൊണൻസ് നടക്കുമ്പോൾ ഒത്തിരി പ്രത്യേകതകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. LCR സർക്യൂട്ടിൽ റെസൊണൻസ് നടക്കുമ്പോൾ XL = XC, Z = R, വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ്, VL = VC, റെസിസ്റ്ററിലെ വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജ് മൊത്തം റെസിസ്റ്ററിൽ വരും. ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാകും റെസൊണൻസ് നടക്കുന്ന LCR സർക്യൂട്ടിൽ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മനസ്സിലായി 3 എലമെന്റുകൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ 1 by 1 ആയിട്ട് ഒരു AC സർക്യൂട്ടിൽ കണക്ട് ചെയ്തു. ഈ 3 എലമെന്റുകളെ സീരീസ് ആയി കമ്പൈൻ ചെയ്തിട്ട് AC സർക്യൂട്ടിൽ കണക്ട് ചെയ്തു. അതാണ് ഇത്രയും നേരത്തെ
ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ഫ്രീക്വൻസി. ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഗ്രാഫിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മൾ ഗ്രാഫിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ 100 ഓം ആണെന്ന് കരുതുക. 100 ഓം 100 ഓം റെസിസ്റ്റൻസ് ഉള്ള ഈ റെസിസ്റ്ററിനെ ഞാൻ 50 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള AC കടന്നു പോകുന്ന ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കും. അതേ റെസിസ്റ്ററിന് ഞാൻ 100 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള AC കടന്നു പോകുന്ന സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നു. അതേ റെസിസ്റ്ററിന് ഞാൻ 150 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള AC കടന്നു പോകുന്ന സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നു. ഈ റെസിസ്റ്ററിനെ ഏത് ഫ്രീക്വൻസി ഉള്ള സർക്യൂട്ടിൽ ഉപയോഗിച്ചാലും അതിൻ്റെ ഇഫക്റ്റ് സെയിം ആയിരിക്കും. അത് 100 ഓം തന്നെ ആയിരിക്കും. AC-യുടെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുന്നില്ല, റെസിസ്റ്റൻസിൽ മാറ്റം വരുന്നില്ല. ഏത് ഫ്രീക്വൻസി ഉള്ള സർക്യൂട്ടിൽ ഉപയോഗിച്ചാലും റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുന്നില്ല എന്ന് കാണിക്കുന്ന രൂപത്തിൽ ഗ്രാഫ് വരയ്ക്കണം, ഞാൻ ഈ വരയ്ക്കുന്ന പോലെ. ഓക്കെ, ഇനി അടുത്തത് ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിത്ത് ഫ്രീക്വൻസി. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എങ്ങനെ കാണാം? L ഒമേഗ L × 2π. മക്കളെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മുടെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഇൻഡക്ടറിലൂടെ കടത്തിവിടുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസിയെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻഡക്ടറിൻ്റെ കോൺസ്റ്റൻ്റായ ഇൻഡക്റ്റൻസിനെയും ആ ഇൻഡക്ടറിലൂടെ കടത്തിവിടുന്ന AC-യുടെ ഫ്രീക്വൻസിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി മാറിയാൽ ഓട്ടോമാറ്റിക്കലി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് മാറും. ഫ്രീക്വൻസി 0 ആണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 0 ആവും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടി വരും. ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് കിട്ടുന്നത്. അടുത്തത് കപ്പാസിറ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ഗ്രാഫ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/ωc ആണ്. 1/2π/c. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ കൊണ്ട് മനസ്സിലാക്കിയ പോലെ ഫ്രീക്വൻസിയെ കൂടി ഡിപ്പെൻഡ് ചെയ്യും കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റൻസിനെ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന AC-യുടെ ഫ്രീക്വൻസിയെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. ആര്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഗ്രാഫ് വരച്ചാൽ റെക്ടാങ്കുലാർ ഹൈപ്പർബോള ഷേപ്പിലായിരിക്കും. XC പ്രൊപ്പോർഷണൽ ടു 1/ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് ന്യൂ എന്നും F എന്നും എഴുതാം. ഓക്കെ, അടുത്തത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് ഇംപിഡൻസ് വിത്ത് ഫ്രീക്വൻസി. ഇംപിഡൻസിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് വരുന്ന വ്യത്യാസം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഫ്രീക്വൻസി 0-ൽ നിന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇംപിഡൻസ് ആദ്യം കുറയുന്നു, ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ മിനിമം ആകുന്നു, വീണ്ടും അത് ഇൻക്രീസ് ആയി വരുന്നു. ഓക്കെ, ഇംപിഡൻസ് മിനിമം ആകുന്ന ഫ്രീക്വൻസിയാണ് ഈ കാണുന്നത്. ആ ഫ്രീക്വൻസിയുടെ പേരാണ്
റെസൊണന്റ് ഫ്രീക്വൻസി, റെസൊണൻസ് നടക്കുമ്പോഴുള്ള ഫ്രീക്വൻസി. അപ്പോൾ ഇമ്പിഡൻസിന്റെ വാല്യൂ മിനിമം ആയിരിക്കും. ആ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതല്ലേ, റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് ഇമ്പിഡൻസ് വിത്ത് ഫ്രീക്വൻസി. ഓക്കെ, അടുത്തത് ഹാഫ് പവർ പോയിന്റ്സ് എന്നാണ്. എന്താണ് ഒരു LCR സർക്യൂട്ടിലെ ഹാഫ് പവർ പോയിന്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, പവർ പകുതിയാകുന്ന പോയിന്റ്സ്. പോയിന്റ്സ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസീസ് എന്നാണ്. ഫ്രീക്വൻസീസ് ശ്രദ്ധിക്കാം. LCR സർക്യൂട്ട്, ആ LCR സർക്യൂട്ടിൽ റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസി 100 Hz ആണ് എന്ന് കരുതുക. അതിന്റെ മീനിങ്, നമ്മുടെ കയ്യിലുള്ള LCR സർക്യൂട്ടിലൂടെ 100 Hz ഫ്രീക്വൻസി ഉള്ള AC കടത്തിവിട്ടാൽ ആ സർക്യൂട്ടിലെ ഇമ്പിഡൻസ് മിനിമം ആകും. ആ സർക്യൂട്ടിലെ അഡ്മിറ്റൻസ്, അതായത് ആ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ട് മാക്സിമം ആകും. കറണ്ട് മാക്സിമം ആയാൽ ഓട്ടോമാറ്റിക്കലി പവറും മാക്സിമം ആയിരിക്കും. എൻ്റെ പോയിന്റ് ഒന്നുകൂടി, ഒരു LCR സർക്യൂട്ട്, ആ LCR സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി 100 Hz ആണ്. ഞാൻ ചെയ്യുന്നത് ആ LCR സർക്യൂട്ടിലൂടെ കറക്റ്റ് 100 Hz ഫ്രീക്വൻസി ഉള്ള AC-യെ കടത്തിവിടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? Z മിനിമം ആകുന്നു, കറണ്ട് മാക്സിമം ആകുന്നു, ആ സർക്യൂട്ടിൽ എനിക്ക് കിട്ടുന്ന പവറും മാക്സിമം ആകുന്നു. മക്കൾ ഓർക്കണം, ഞാൻ കടത്തിവിടുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 100 Hz ആണെങ്കിലേ മേൽ പറഞ്ഞ സർക്യൂട്ടിൽ പവർ മാക്സിമം വരൂ. അതിന്റെ മറ്റൊരു മീനിങ്, ഞാൻ കടത്തിവിടുന്ന AC-യുടെ ഫ്രീക്വൻസി 100 Hz-നേക്കാൾ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും സർക്യൂട്ടിലെ കറണ്ട് മാക്സിമത്തെക്കാൾ കുറവായിരിക്കും, പവർ മാക്സിമത്തെക്കാൾ കുറവായിരിക്കും. ഇനി അടുത്ത പോയിന്റ്, ഞാൻ കടത്തിവിടുന്ന കറണ്ട്, എൻ്റെ LCR സർക്യൂട്ടിലെ റെസൊണൻസ് ഫ്രീക്വൻസി 100 Hz ആണ്. ഞാൻ കടത്തിവിടുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 90 Hz ആണ്. ന്യൂമറിക്കൽ വാല്യൂ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. 90 Hz ഫ്രീക്വൻസി ഉള്ള കറണ്ട് കടത്തിവിട്ടാൽ Z മിനിമം അല്ല, കറണ്ട് മാക്സിമം അല്ല, പവർ മാക്സിമം അല്ല, മാക്സിമത്തെക്കാൾ കുറവാണ്. വെറുതെ നമ്മൾ സങ്കല്പിക്കുന്നു പവർ മാക്സിമം പവറിന്റെ പകുതിയാണ് എന്ന്. 100 Hz ഫ്രീക്വൻസി ഉള്ള AC കടത്തിവിട്ടാൽ പവർ മാക്സിമം, 100-നേക്കാൾ കൂടുതലുള്ളത് കടത്തിവിട്ടാലും കുറവുള്ളത് കടത്തിവിട്ടാലും പവർ മാക്സിമം അല്ല. മാക്സിമം പവറിന്റെ റെസൊണൻസ് നടക്കുമ്പോഴുള്ള പവറിന്റെ പകുതി പവർ കിട്ടുന്ന ഫ്രീക്വൻസികൾ ഉണ്ടാകും. ഞാൻ കൺസിഡർ ചെയ്തത്, ഞാൻ സങ്കല്പിച്ചത്, ഞാൻ ഇമാജിൻ ചെയ്തത് 90 Hz ഫ്രീക്വൻസി ഉള്ള AC കടത്തിവിട്ടപ്പോൾ എനിക്ക് കിട്ടിയ പവർ മാക്സിമം പവറിന്റെ പകുതിയാണെന്ന് ഇമാജിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ 90 Hz പറയുന്ന പേരാണ് ഹാഫ് പവർ പോയിന്റ്. 90 Hz ഫ്രീക്വൻസിയിൽ പവർ പകുതിയായി ആണെങ്കിൽ 110 Hz ഫ്രീക്വൻസിയിൽ ഉള്ള AC കടത്തിവിട്ടാലും പവർ പകുതിയായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു 100 Hz ആണ് റെസൊണന്റ് ഫ്രീക്വൻസി. നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 100 ആണെങ്കിൽ പവർ മാക്സിമം 100 അല്ലെങ്കിൽ പവർ മാക്സിമത്തെക്കാൾ കുറവ്. റെസൊണൻസ് നടക്കുമ്പോഴുള്ള പവറിന്റെ പകുതി പവർ കിട്ടുന്ന 2 ഫ്രീക്വൻസികൾ കാണും. അതിലൊന്ന് റെസൊണന്റ് ഫ്രീക്വൻസിയേക്കാൾ താഴ്ന്നതായിരിക്കും, മറ്റൊന്ന് റെസൊണന്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കും. ആ 2 ഫ്രീക്വൻസികൾക്ക് പറയുന്ന സ്പെഷ്യൽ പേരാണ് ഹാഫ് പവർ പോയിന്റ്സ്. ഒന്നുകൂടി, ഒരു LCR സർക്യൂട്ടിൽ റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസി എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ മാക്സിമം ആയിരിക്കും. ആ മാക്സിമം പവറിന്റെ പകുതി പവർ കിട്ടുന്ന
2 ഫ്രീക്വൻസികൾ ഉണ്ടായിരിക്കും. റെസനൻസ് നടക്കുമ്പോഴുള്ള പവറിന്റെ കറക്റ്റ് പകുതി പവർ കിട്ടാൻ 2 കേസുണ്ട്. ഒന്ന്, ഞാൻ കടത്തിവിടുന്ന എ സിയുടെ ഫ്രീക്വൻസി റെസനന്റ് ഫ്രീക്വൻസിയേക്കാൾ കുറവായിരിക്കണം. മറ്റൊന്ന്, ഞാൻ കടത്തിവിടുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി റെസനന്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കണം. റെസനന്റ് ഫ്രീക്വൻസിയുടെ ഇരുവശങ്ങളിലായിട്ട് ലോവർ സൈഡിലും അപ്പർ സൈഡിലുമായിട്ട് 2 ഫ്രീക്വൻസികൾ കാണും. ആ 2 ഫ്രീക്വൻസികളുടെ പ്രത്യേകത, ആ 2 ഫ്രീക്വൻസിയിലുള്ള കറണ്ട് കടത്തിവിട്ടാൽ സർക്യൂട്ടിൽ കിട്ടുന്ന പവർ റെസനൻസ് നടക്കുമ്പോൾ കിട്ടിയ പവറിന്റെ കറക്റ്റ് പകുതിയായിരിക്കും. അത്തരത്തിലുള്ള 2 ഫ്രീക്വൻസികൾക്ക് പറയുന്ന പേരാണ് ഹാഫ് പവർ പോയിന്റ്സ്. റെസനൻസ് നടക്കുമ്പോഴുള്ള ഫ്രീക്വൻസിക്ക് കിട്ടിയ പവർ എത്രയാണോ അതിന്റെ പകുതി പവർ കിട്ടുന്ന 2 ഫ്രീക്വൻസികൾ, ഒന്ന് റെസനന്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ, മറ്റൊന്ന് റെസനന്റ് ഫ്രീക്വൻസിയേക്കാൾ കുറവ്. ഈ 2 ഫ്രീക്വൻസികൾക്ക് പറയുന്ന പേരാണ് ഹാഫ് പവർ പോയിന്റ്സ്. ഈ ഹാഫ് പവർ പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ഹാഫ് പവർ പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 100 ഹെർട്സ് ഫ്രീക്വൻസിയിൽ പവർ മാക്സിമം, 90 ഹെർട്സ് ഫ്രീക്വൻസിയിൽ മാക്സിമം പവറിന്റെ പകുതി, 110 ഹെർട്സ് ഫ്രീക്വൻസിയിൽ മാക്സിമം പവറിന്റെ പകുതി. ഇവ തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അടുത്ത ടേമാണ് ക്വാളിറ്റി ഫാക്ടർ. അപ്പൊ നമ്മൾ ഹാഫ് പവർ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി, റെസനന്റ് ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലാക്കി. റെസനൻസ് നടക്കുമ്പോഴുള്ള ഫ്രീക്വൻസി, റെസനന്റ് ഫ്രീക്വൻസിയെ നേരത്തെ പറഞ്ഞ ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് റെസനന്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. അതിന് പറയുന്ന സ്പെഷ്യൽ പേരാണ് ക്വാളിറ്റി ഫാക്ടർ. ഒരു LCR സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. ആ LCR സർക്യൂട്ടിൽ റെസനൻസ് നടക്കുന്ന ഫ്രീക്വൻസി എത്രയാണോ അതിനെ നേരത്തെ പറഞ്ഞ ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ പേര് ക്വാളിറ്റി ഫാക്ടർ. ആ സർക്യൂട്ടിന്റെ ക്വാളിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും അത് റെസനന്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ഇനി ക്വാളിറ്റി ഫാക്ടർ കണ്ടെത്താനുള്ള, ക്വാളിറ്റി ഫാക്ടറിനെ Q ഫാക്ടർ എന്നും പറയും, അത് കണ്ടെത്താനുള്ള മറ്റ് ഇക്വേഷനുകൾ കൂടി ശ്രദ്ധിക്കുക. റെസനന്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. റെസനൻസ് നടക്കുമ്പോൾ ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും ക്വാളിറ്റി ഫാക്ടറാണ്. റെസനന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്. അതിനെങ്ങനെ പറയാം? അത് എന്തിന് ഈക്വൽ ആണ്? റെസനൻസ് നടക്കുമ്പോൾ ഇൻഡക്ടറിൽ എത്ര വോൾട്ടേജ് ആണോ ഉണ്ടാകുന്നത് അതിനെ റെസിസ്റ്ററിലെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. I into XL divided by I into R. XL divided by R. L omega divided by R. Quality factor in the മറ്റൊരു equation. L omega by R. Quality factor in അടുത്ത ഡെഫിനിഷൻ, റെസനൻസ് നടക്കുമ്പോൾ LCR സർക്യൂട്ടിൽ റെസനൻസ് നടക്കുമ്പോൾ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ആണോ ഉണ്ടാവുക അതിനെ റെസിസ്റ്ററിലെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. കപ്പാസിറ്ററിലെ വോൾട്ടേജ് കറണ്ട് ഇൻറ്റു XC ബൈ I ഇൻറ്റു R. റെസിസ്റ്ററിലെ വോൾട്ടേജ് XC ഡിവൈഡഡ് ബൈ R. XC ആരാണ്? 1/ωc ഇൻറ്റു R. ക്വാളിറ്റി ഫാക്ടർ കണ്ടെത്താനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ. ക്വാളിറ്റി ഫാക്ടർ റെസനന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത്, L omega ഡിവൈഡഡ് ബൈ R, 1/ωc. ഇനി റെസനൻസ് നടക്കുമ്പോൾ നമുക്കറിയാം XL ഈക്വൽ ടു XC ആണ്, L omega ഈക്വൽ ടു 1/ωc ആണ്. അറേഞ്ച് ചെയ്താൽ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC, ഒമേഗ ഈക്വൽ ടു 1/√LC.
ഒമേഗ എന്നുള്ളത് 2 പൈ ന്യൂ എന്ന് എഴുതാം. സോ 2 പൈ ന്യൂ ഈക്വൽ ടു 1/√LC. ന്യൂ ഈക്വൽ ടു 1/2 π√LC. റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടെത്താനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ 1/2 π√LC അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു 1/√LC. ഒരു LCR സർക്യൂട്ടിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടെത്താനുള്ള ഇക്വേഷൻ. അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണെങ്കിൽ അത് 1/√LC. ഹെഡ്സിൽ പറയുന്ന ഫ്രീക്വൻസി ആണെങ്കിൽ അത് 1/2 π√LC. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് എൻ LCR സർക്യൂട്ട് 1/2 π√LC. അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിയായി പറയുമ്പോൾ 1/√LCയും. ഇനി ക്വാളിറ്റി ഫാക്ടറിൻ്റെ മറ്റൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് നോക്കുക. L⍵/R. L/R ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഒമേഗ എന്താണ്? 1/√LC. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R ഇൻറ്റു, ഞാൻ ഈ ന്യൂമറേറ്ററിൽ കാണുന്ന എല്ലിനെ റൂട്ടിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ √L² എന്ന് എഴുതാം. താഴെ √LC. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R ഇൻറ്റു √L² മേലെ LC താഴെ. L² എല്ലാം ക്യാൻസലായി പോയി. 1/R ഇൻറ്റു √L/C എന്ന് കിട്ടും. ക്വാളിറ്റി ഫാക്ടർ കണ്ടെത്താനുള്ള ഡിഫറെൻ്റ് ഇക്വേഷൻസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. റെസൊണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത്, L⍵/R, 1/ωcR, 1/R ഇൻറ്റു √L/C. ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഡിഫറെൻ്റ് ഇക്വേഷൻസ്. LCR സർക്യൂട്ടിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ 1/2 π√LC. റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ആംഗുലാർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ 1/√LC. ഈ ഇക്വേഷൻ ഫോളോ ചെയ്ത് നമുക്ക് ഒമേഗ കിട്ടും. ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ചില പ്രോബ്ലങ്ങളിൽ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടെത്താനായിരിക്കും ചോദ്യം. ഓപ്ഷൻസിൽ റേഡിയൻ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലായിരിക്കും ആൻസേഴ്സ് ഉണ്ടാവുക. റേഡിയൻ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലാണെങ്കിൽ നമ്മൾ ഒമേഗ കണ്ടാൽ മതി. നേരെ മറിച്ച് ഓപ്ഷൻസിൻ്റെ യൂണിറ്റ് ഹെഡ്സിലാണെങ്കിൽ അല്ലെങ്കിൽ പെർ സെക്കൻഡ് എന്നതിലാണെങ്കിൽ 1/2 π√LC കണ്ടെത്തണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ക്വാളിറ്റി ഫാക്ടർ വളരെ കൂടുതലുള്ള ഒരു സർക്യൂട്ടിലെ ഫ്രീക്വൻസിക്കനുസരിച്ച് കറണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ്. റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കറണ്ട് മാക്സിമം വരും. റെസൊണന്റ് ഫ്രീക്വൻസിയേക്കാൾ ഫ്രീക്വൻസി ഒരല്പം കൂട്ടിയാലും ഒരല്പം കുറച്ചാലും കറണ്ടിൻ്റെ വാല്യൂ വളരെ ഷാർപ്പായിട്ട് ഡിക്രീസ് ചെയ്യും. അതായത് റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ തന്നെ ആ സർക്യൂട്ടിലെ കറണ്ടിൽ കാര്യമായ ചേഞ്ച് വരികയാണെങ്കിൽ, റെസൊണൻസ് നടക്കുമ്പോൾ കറണ്ട് മാക്സിമം, റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് ഫ്രീക്വൻസിയിൽ വരുത്തിയാൽ തന്നെ കാര്യമായ ചേഞ്ച് കറണ്ടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി ഫാക്ടർ വലുതാണ് എന്ന്. ഒരു LCR സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി ഫാക്ടർ വലുതാണ് എന്നതിൻ്റെ അർത്ഥം ഇതാണ്: റെസൊണൻസ് നടക്കുമ്പോൾ കറണ്ട് മാക്സിമം ആണ്. റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നിന്നൊരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ തന്നെ കാര്യമായ ചേഞ്ച് കറണ്ടിൽ വരികയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ ഹൈ ആണ്, നല്ല ക്വാളിറ്റിയുള്ള LCR സർക്യൂട്ട് ആണെന്ന് പറയും. മറ്റു ചില LCR സർക്യൂട്ട് ഉണ്ട്, റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കാര്യമായ ചേഞ്ച് വരുത്തിയാലൊന്നും റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ ആ സർക്യൂട്ടിലൂടെ കടത്തിവിടുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസിയിൽ കാര്യമായ ചേഞ്ച് വരുത്തിയാലും ആ സർക്യൂട്ടിലെ കറണ്ടിൽ കാര്യമായ മാറ്റം വരുന്നില്ലെങ്കിൽ, റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നിന്നും ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്തിയാലും കാര്യമായ മാറ്റമൊന്നും സർക്യൂട്ടിലെ കറണ്ടിന് വരുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ആ സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി കുറവാണ്, ക്വാളിറ്റി ഫാക്ടർ കുറവാണ് എന്നാണ്. ഓക്കെ, അടുത്തത് ഒരു AC സർക്യൂട്ടിലെ പവർ. നമുക്കറിയാം, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ പവർ കണ്ടെത്താൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. AC സർക്യൂട്ടിലെ കാര്യമാകുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ കണ്ടെത്താൻ വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഇൻറ്റു കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ V0 സൈൻ ഒമേഗ ടി, കറണ്ടിൻ്റേത് I0 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ജനറലായിട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ അങ്ങനെയാണ് പറയാം, I = I0 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഓക്കെ, ഇനി നമ്മളൊരു സർക്യൂട്ടിലെ പവറിൻ്റെ ആവറേജ് വാല്യൂ കണ്ടാൽ, ആവറേജ് വാല്യൂ ഡ്യൂറിങ് 1 സൈക്കിൾ, നമുക്കറിയാം ഒരു സൈക്കിളിലെ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും വാല്യൂവിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്, ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോന്നാണ്. അങ്ങനെ നമ്മൾ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്ത് ആ സൈക്കിളിലെ പവറിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്തിയാൽ, ഈക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ആവറേജ് വാല്യൂ കണ്ടെത്തുന്നത്. ആവറേജ് വാല്യൂ കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് VRMS IRMS cos φ എന്നുള്ളത്. സാധാരണ സർക്യൂട്ടിലെ കറണ്ട് ആണെങ്കിൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് വരും. ഇവിടെ വോൾട്ടേജ് RMS വാല്യൂ, കറണ്ട് RMS വാല്യൂ ഇൻറ്റു cos φ എന്നുകൂടി വരും. ആ cos φ എന്നുള്ളതിന് പറയുന്ന പേരാണ് പവർ ഫാക്ടർ. cos φ നമുക്കറിയാം, φ എന്നുള്ളത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണെന്ന്. ഫേസ് ഡിഫറൻസ് ആണ്. cos φ എന്നുള്ളതിന് പറയുന്ന പേരാണ് പവർ ഫാക്ടർ. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് 0 ആണ്. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ അങ്ങനെ വരുമ്പോൾ പവർ ഫാക്ടർ അവിടെ 1 വരും. പവറിൻ്റെ ഇക്വേഷൻ VRMS ഇൻറ്റു IRMS. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. അങ്ങനെ വരുമ്പോൾ പവർ ഫാക്ടർ 90 ഡിഗ്രി, π/2 റേഡിയൻ, പവർ ഫാക്ടർ cos π/2 0 വരും. മീൻസ് ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ ആവറേജ് പവർ 0 ആണ്. റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ VRMS ഇൻറ്റു IRMS ആണ്. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിലും ഫേസ് ഡിഫറൻസ് π/2 ആണ്, പവർ ഫാക്ടർ 0 ആണ്, പവർ 0 ആണ്. അപ്പോൾ ജനറലി പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ VRMS IRMS cos φ. റെസിസ്റ്റർ മാത്രമാണെങ്കിൽ അത് VRMS ഇൻറ്റു IRMS ആയി മാറും. ഇൻഡക്ടർ മാത്രമാണെങ്കിൽ 0, കപ്പാസിറ്റർ മാത്രമാണെങ്കിൽ 0. cos φ എന്നുള്ളത് പവർ ഫാക്ടറാണ്. അത് കണ്ടുപിടിക്കാൻ ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെ ഇമ്പിഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്, R/Z ആണ് പവർ ഫാക്ടർ. നേരത്തെ നമ്മളൊരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ മനസ്സിലാക്കി. ആ ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ φ എന്നുള്ള ആംഗിൾ ഉണ്ട്. അതിൻ്റെ കോസ് വാല്യൂ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പവർ ഫാക്ടർ കിട്ടും. സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ്, പവർ ഫാക്ടർ cos φ = R/Z. ഓക്കെ, വാട്ട്ലെസ് കറണ്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. ഐഡിയൽ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ, അതുപോലെ കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ π/2 റേഡിയൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു സൈക്കിളിൽ ആവറേജ് പവർ എന്താണ്? 0 ആണ്. അത്തരം കറണ്ടിനെ, ഐഡിയൽ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ, പവർ ഡിസിപ്പേറ്റ് ചെയ്യാത്ത, എനർജിയെ നശിപ്പിക്കാത്ത തരം കറണ്ടിന് പറയുന്ന സ്പെഷ്യൽ പേരാണ് വാട്ട്ലെസ് കറണ്ട്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് കണ്ടെയ്നിങ് an ideal inductor or a capacitor which dissipates no power is called വാട്ട്ലെസ് കറണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സർക്യൂട്ടിൽ, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യാൻ, എനർജി ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കാരണക്കാരൻ ആരാണ്?
റെസിസ്റ്ററാണ്. സർക്യൂട്ടിൽ റെസിസ്റ്റർ, നമ്മുടെ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ്, റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ പവർ 0 ആയിരിക്കും. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് പവർ ഡിസിപ്പേഷൻ കൂടിക്കൂടി വരും. AC സർക്യൂട്ടുകളിൽ എനർജി വേസ്റ്റ് ആക്കുന്നവനാരാണ്? റെസിസ്റ്ററാണ്. ഓക്കെ. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ട്രാൻസ്ഫോർമർ. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ വോൾട്ടേജ് ചേഞ്ച് ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിന്റെ സ്ട്രക്ചർ, അതിൻ്റെ പിക്ചർ, അതിൻ്റെ ഘടന നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രാൻസ്ഫോർമർ 2 രൂപത്തിലുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗണും ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പും. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോർമറിൻ്റെ പ്രിൻസിപ്പിൾ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്നും പറയാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്നും പറയാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള വ്യത്യാസം, സ്റ്റെപ്പ് ഡൗണിൽ പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ കുറവായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ നേരെ തിരിച്ച്, പ്രൈമറിയിലെ വൈൻഡിങ്സിൻ്റെ നമ്പർ കുറവ്, സെക്കൻഡറിയിൽ കൂടുതൽ. ഒരു അയേൺ കോറിൻ്റെ 2 വശത്തായിട്ടാണ് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവുക. പ്രൈമറിയിലൂടെ നമ്മൾ AC കടത്തിവിടുന്നു. അപ്പോൾ പ്രൈമറി കോയിലിൻ്റെ സറൗണ്ടിങ്സിലെ മാഗ്നറ്റിക് ഫീൽഡിലും ഫ്ലക്സിലും ചേഞ്ച് വരും. പ്രൈമറിയുടെ സറൗണ്ടിങ്സ് തന്നെയാണ് സെക്കൻഡറിയുടെ സറൗണ്ടിങ്സും. അപ്പോൾ സെക്കൻഡറിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്ന് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും നമ്പർ ഓഫ് ടേൺസിൽ വ്യത്യാസമുള്ളതിനാൽ പ്രൈമറിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആയിരിക്കില്ല നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുക. ഒന്നുകിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ. പ്രൈമറി സെക്കൻഡറി കോയിലുകൾ കോപ്പർ വയർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കോപ്പർ വയർ കൊണ്ട് പ്രൈമറി സെക്കൻഡറി കോയിലുകൾ അത് വൈൻഡ് ചെയ്യുന്നത് ഒരു അയേൺ കോറിലായിരിക്കും. ഓക്കെ. ഇനി ട്രാൻസ്ഫോർമറിൻ്റെ ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയ NS/NP = VS/VP. NS എന്നുള്ളത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, NP പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, VS സെക്കൻഡറിയിലെ വോൾട്ടേജ്, VP പ്രൈമറിയിലെ വോൾട്ടേജ്. ഓക്കെ. ഇനി ട്രാൻസ്ഫോർമറിൻ്റെ എഫിഷ്യൻസി. ഏതൊരു ഡിവൈസിൻ്റെയും എഫിഷ്യൻസി കണ്ടെത്താൻ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് പവറിനെ ഇൻപുട്ട് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ റേഷ്യോ ആണ് എഫിഷ്യൻസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ, അതാണ് എഫിഷ്യൻസി. ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട് പവർ VS/IS. വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പവർ കിട്ടും. VS/IS ഔട്ട്പുട്ട് പവർ, VP/IP ഇൻപുട്ട് പവർ. എഫിഷ്യൻസി സാധാരണ പെർസെൻറ്റേജിലാണ് പറയാറ്. അതുകൊണ്ട് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോർമർ VS/IS ഡിവൈഡഡ് ബൈ VP/IP × 100. ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ, അവിടെ എനർജി വേസ്റ്റേജ് ഒന്നും ഇല്ലാത്ത ട്രാൻസ്ഫോർമർ, അതാണ് ഐഡിയൽ ട്രാൻസ്ഫോർമർ. എഫിഷ്യൻസി 100% ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ഏത് ട്രാൻസ്ഫോർമറിൽ? ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ. VP/IP = VS/IS. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ട്രാൻസ്ഫോർമറിൻ്റെ ഇക്വേഷൻ NS/NP = VS/VP. ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ VP/IP = VP/IP = VS/IS. അതിൽ നിന്നും VS/VP = IP/IS എന്നെഴുതാം. ഈ റിലേഷൻ എല്ലാ ട്രാൻസ്ഫോർമറിൻ്റെ കേസിലും ഉപയോഗിക്കാൻ പറ്റും. ഈ റിലേഷൻ ഐഡിയൽ ട്രാൻസ്ഫോർമറിൻ്റെ കേസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ട്രാൻസ്ഫോർമർ ഐഡിയലാണ് എന്ന് ചോദ്യത്തിലുണ്ടെങ്കിൽ ഈ റിലേഷൻ ഉപയോഗിക്കാം. അതേസമയം ഈ റിലേഷൻ രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് റിലേഷൻസ് മിക്സ് ചെയ്ത് ഉപയോഗിച്ച്
ചെയ്യേണ്ട ആൻസർ കണ്ടെത്തേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫോർമർ ഐഡിയൽ ആണെങ്കിൽ VP/IP ഈക്വൽ ടു VS/IS എന്ന് എഴുതാൻ പാടുള്ളൂ. ഐഡിയൽ ആണെങ്കിലും അല്ലെങ്കിലും NS/NP ഈക്വൽ ടു VS/VP ആയിരിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരും. ഓക്കെ.